ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ റിസോർട്ട്. വാച്ച്മാൻ. ഹേ യാഷി, ഈ ഡേ മുഴുവൻ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കണം. അയാളെത്തിയില്ല. വാച്ച്മാൻ വന്നല്ലോ. കോട്ടമതിൽ തുറക്കട്ടെ. വെൽക്കം. വാവ്, നല്ല കാറ്റുണ്ടല്ലേ. ഈ സ്ഥലം എന്തായാലും കൊള്ളാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാച്ച്മാൻ, ലഗേജ് ഒക്കെ ഒന്ന് അകത്ത് വെച്ചേക്ക്. ശരി സർ, ശരി സർ. വണ്ടി പാർക്ക് ചെയ്തിട്ട് കീ തന്നെ. ഓക്കെ സർ, പാർക്ക് ചെയ്തേക്കാം. ശരി, വാപ്പോ. വാവ്, ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോഴാ. അകത്ത് വന്ന് നോക്ക്, പിന്നെ നീ ഈ ഗസ്റ്റ് ഹൗസ് വിട്ട് പോവേ ഇല്ല. എന്താ? അത്രയ്ക്ക് രസമാണ്. സുജി ഈ ഗസ്റ്റ് ഹൗസിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സുജി, വെരി നൈസ്. I like this place. Wow. Wow, look at the beach. Wonderful. This is fabulous. സൂപ്പർ ആയിട്ടുണ്ട്. അവിടെ എന്താ നോക്കാം. ഓക്കെ, വാ. അടിപൊളി സ്ഥലമല്ലേ. അതെ, ഒരു രക്ഷയില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ കലകി അല്ലേ? യാ. You like it? Yes, of course. Ah, refreshing. Lovely. Wow. Lovely, isn't it? Yeah. പിന്നെ ഈ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോ തന്നെ മനസ്സിനകത്ത് എന്തോ ഒന്ന് ചെയ്യുന്ന പോലെ. അതെ അതെ. ഹേയ്, ബൈ ദ ബൈ, നിന്റെ ഫ്രണ്ട് സുജി ഉണ്ടല്ലോ, ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വേറൊന്നും പറഞ്ഞില്ലായിരുന്നു? വേറെന്ത് പറയണമെന്നാ? യു നോ വാട്ട് ഐ മീൻ. വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. പണിയാ, എന്തിനതൊക്കെ സീരിയസ് ആക്കുന്നത്? എന്നവാ, അകത്ത് പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അശോക് സാർ, നിങ്ങൾ പറഞ്ഞതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട ചേട്ടാ. മദ്യം എന്തെങ്കിലും? ഞാൻ നല്ലവനെ മാറിയിട്ട് ഒരുപാട് ദിവസമായി. മേഡത്തിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കേ. ബൈ ദ ബൈ, ഇത് കയ്യിൽ വെച്ചോ. പിന്നെ ഇന്ന് ചേട്ടൻ ലീവ് എടുത്തോ. വീട്ടിൽ പോയി ഫാമിലിയോടൊപ്പം ഒന്ന് അടിച്ച് പൊളിക്കേ. താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഓണർ അറിഞ്ഞാൽ പ്രശ്നമാവും സാർ. അതറിഞ്ഞാലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ. ഈ ഗസ്റ്റ് ഹൗസിൽ എത്രയോ പേർ വന്നിട്ടുണ്ട്, ടിപ്സും തന്നിട്ടുണ്ട്. എന്നാൽ ലീവ് ആരും തന്നിട്ടില്ല സാർ. മാഡം ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. സാറ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ തരും. Yes, I know. I'm very lucky. Thank you. ശരി, അപ്പോൾ കാണാം. Okay. Come. Welcome my princess. Yeah. Wow. അശോക്, എന്താ ഇത്? എന്താന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ രാത്രിയിൽ മതി. നൈറ്റോ? അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പ്ലീസ്. ആദ്യം രണ്ടുപേരും തമ്മിൽ സംസാരിക്കണം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് മാത്രം. ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ? അത് ഫോണിലല്ലേ, ഞാൻ പറഞ്ഞത് നേരില്. ഹലോ, ഇതിനൊക്കെ ആരെങ്കിലും വൺസ് മോർ ചോദിക്കോ? Hey Yashi, hey listen, look at me, please. അശോക്, ഫോണിൽ സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഓക്കെ, ബട്ട് യാഷി. എന്താ? ഹേയ്, രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോ അപ്പൊ ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ. ആ നേരത്തെ സംസാരിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിനെ പോലെ ഉണ്ടാവും. എന്നെ കണ്ടിട്ട് നിനക്കൊരു പാവണെന്ന് തോന്നില്ലേ യാഷി? അറ്റ്ലീസ്റ്റ് ഞാൻ കിസ്സെങ്കിലും തന്നോട്ടെ യാഷി, പ്ലീസ് ടാ. യാഷി, ഒരു കിസ്സെങ്കിലും തന്നോട്ടെടാ. ശരി. ഹേ ബേബി. ഞാൻ എന്താ ബേബിയാ? എന്തിനാ കവള് കാണിക്കുന്നേ? അശോക്, എന്താ? കിസ് വേണോ വേണ്ടയോ? വേണം. അത് ഓക്കെ.
സ്റ്റാർട്ടേഴ്സ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിക്കോളാം. മെയിൻ കോഴ്സ് ഞാൻ പിന്നെ നോക്കിക്കോളാം. നശിപ്പിച്ചു. വരുവാ. പോയിട്ട് വരാവേ. വാച്ച്മാൻ, നിങ്ങളിതുവരെ പോയില്ലേ? സൈക്കിളിന്റെ താക്കോല് മറന്നുപോയി സർ, ഒന്ന് എടുത്തോട്ടെ. ശരി, വാ, കയറി എടുത്തോ. ആ സാറേ, താക്കോലിവിടെയും കാണുന്നില്ല. സാറെങ്ങനെ കണ്ടായിരുന്നോ? ചേട്ടൻ, നിങ്ങളുടെ താക്കോൽ എവിടെയാന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തന്നെ വല്ലയിടത്തും വെച്ചാണ്, നോക്ക്. എവിടെ വെച്ച് കാണും? സാർ, ഓർമ്മ വന്നു സാർ. ഇത് താക്കോല് കിട്ടി സാർ. കിട്ടിയല്ലേ? കിട്ടി സാർ. ശരി സാറേ, സാറിന് ഡിസ്റ്റർബ് ആയോ? അതെ ചേട്ടാ, പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ സൂക്ഷിച്ചു പോകാൻ നോക്ക്. ഓക്കെ. ബൈ ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റാ, സീ യു. ശിവപൂജയില് കരടി, നമ്മുടെ പൂജയില് വാച്ച്മാൻ. ഓരോ തലവേദനയൊക്കെ. ഹെഡേക്കോ? ലൈറ്റായിട്ട്. ഡോൺ വറി, നിനക്ക് ഞാനൊരു കോഫി ഉണ്ടാക്കി തരാം. അപ്പോഴേക്കും ഹെഡേക്ക് പറന്നു പോകും. ഹേയ്, നോട്ട് ബാഡ്. നീ കോഫിയൊക്കെ ഉണ്ടാക്കോ? കോഫി ഉണ്ടാക്കാൻ അറിയാം, വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്താ നീ എന്താ പറയുന്നത്? വാട്ട് യു മീൻ? വാ പറയാം. അപ്പൊ ഒന്നും അറിയില്ലേ? നമ്മള് കോഫി കുടിക്കാനാ വന്നേ? ശരി. Absolutely. All set to come and join you. അടുക്കളയിൽ വെച്ചെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും നോക്കട്ടെ. അശോക്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രാത്രി ആവട്ടെ എന്ന്. അതിരിക്കട്ടെ, വേറൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താണ് അറിയാത്ത? പറഞ്ഞാ നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ചുമ്മാ പറ. നീ ഡേറ്റിംഗിന് വിളിച്ചു, ഞാൻ വന്നു. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നീ എന്തി പറയുന്നേ? അതെ, ആ സബ്ജക്റ്റില് എക്സാം വെക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും തോറ്റു പോകും. വെറുതെ കള്ളം പറയല്ലേ. ഞാനും 10th 12th കോളേജൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നിന്റെ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റാ. പയ്യന്മാരോടൊന്നും സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഞാൻ എപ്പോഴും സുജിയായിട്ടാ കറങ്ങുന്നേ. ഞാനും അവളും അത്രയ്ക്ക് ക്ലോസാ. ഓ, അവളാണോ നീ? പറഞ്ഞില്ലല്ലോ. ഏയ്, ഐ കിൽ യു. ഓ, എന്നെ കൊല്ലുവോ തിന്നുവോ എന്ത് വേണേലും നിനക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു കിസ്സെങ്കിലും തന്നൂടെ? ഏയ്, എപ്പോഴും നിനക്ക് ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ ബൈ എപ്പോ നോക്കിയാലും? സ്വീറ്റ് ആയിട്ട് നമ്മൾ ഡേറ്റിംഗിന് വന്നതാ. ഡേറ്റിംഗിൽ ഒരു കിസ് പോലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഡേറ്റിംഗ്? ശരി, നീ പറയുന്നതും ശരിയാണ്. ഓഫ് കോഴ്സ്. ശരി. നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ കിസ് ഇത്. ലെറ്റ്സ് മേക്ക് ഇറ്റ് എ മെമ്മറബിൾ വൺ. ഈ കിസ് ഞാൻ നിന്റെ ലിപ്പിൽ തന്നോട്ടെ, പ്ലീസ്. You want kiss or not? I want. ശരി. ഓക്കേ. ശരി, കമോൺ വാ ഒരേ ഒരു ഉമ്മ. ശരി, പോ. ഈ വാച്ച്മാൻ ഒരു പണിയില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടിട്ടാ ആൾക്ക് കാശും കൊടുത്ത് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറഞ്ഞേ. എന്നിട്ട് താക്കോല് മറന്ന് അത് മറന്ന് ഇത് മറന്ന് വരുവോ ഏട്ടാ? ഇതെന്തത്? മോനെ, വാച്ച്മാൻ ഇല്ലേ? ഇല്ല, ഇന്ന് അദ്ദേഹം ലീവാ. ഓ, അത് ശരി. നീ വാച്ച്മാന്റെ മോനായിരുന്നോ? ഹലോ, ഞങ്ങളുടെ ഗസ്റ്റാ. അയ്യോ, ഒന്നും വിചാരിക്കില്ല മോനെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാച്ച്മാൻ വാഴപ്പിണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കൊടുത്തേക്കേ. ചേച്ചി, അയാൾ നാളെ വരുമല്ലോ. നിങ്ങൾക്കും പോയിട്ട് നാളെ കൊണ്ടുവന്നാ പോരെ? മോനെ, എന്റെ വീട് ഒരുപാട് ദൂരെയാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി, ഞാൻ വാച്ച്മാനോട് പറഞ്ഞേക്കാം. ശരി, തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. ചേച്ചി പോക്കോ. മോനെ, നിങ്ങൾ രണ്ട് വാഴപ്പിണ്ടി വാങ്ങിച്ചോ, കിഡ്നിക്ക് നല്ലതാ. ചേച്ചി, ഞാനിപ്പോ വാഴത്തണ്ട് കഴിക്കാൻ പറ്റുന്ന മൂഡിലേ അല്ല നിക്കുന്നത്. ദൈവത്തോർത്തൊന്ന് പോ ചേച്ചി. വാഴപ്പിണ്ടി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദാ നല്ല ചീരയുണ്ട്, തോരൻ വെച്ച് കഴിക്കുന്നേ, കണ്ണിന് വളരെ നല്ലതാ. മോളോടൊന്ന് ചോദിച്ചു നോക്ക്. അതെ അശോക്, ചീര കണ്ണിന് വളരെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചീര വാങ്ങിക്കോ, നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അക്ഷി, നീയും തുടങ്ങിയ? ചേച്ചി,
എന്റെ കാഴ്ചശക്തിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല. ദൈവത്തെ ഓർത്തൊന്ന് പോയിത്താ. ഞാനത് ഓർത്തില്ല. നിങ്ങൾ ചെറുപ്പമല്ലേ, നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വന്നതായിരിക്കും. വേണമെങ്കിൽ മുരിങ്ങക്കോല് വാങ്ങിച്ചോ, ശരീരത്തിന് നല്ലതാ. അമ്മേ, എന്റെ ദേവി, ചെല്ല്. എന്നാ ശരി, ആ വാഴപ്പിണ്ടെങ്കിലും ആ വാച്ച്മാൻ ഒന്ന് ഞാൻ കറി വെച്ച് കൊടുത്തോളാം. പ്ലീസ് ചെല്ല്. അതങ്ങ് ലോക്കി. വാച്ച്മാനും വാഴപ്പിണ്ടിയും. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ എല്ലാം രാത്രി നോക്കാന്ന്. നീ ഞാൻ പറയുന്ന ഒന്നും കേക്കില്ല. അത് വിട്, തലവേദനയെന്നല്ലേ പറഞ്ഞേ. ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, വെയിറ്റ് ചെയ്. താങ്ക് യു.